കുറച്ച് അജ്രക്കിന്റെ കുർത്തീസ് ആണ് കാണിക്കുന്നത്. ഞാനിപ്പോ ഈ വേറെ ചെയ്തേക്കുന്ന മെറൂൺ കളറിലോട്ട് ഇതുപോലെ ഒരു ലൈൻസും ഒരു ഡിസൈൻ വരുന്ന ഒരു സിക്സാഗ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. കണ്ടോ, ഇതിന്റെ പ്രിന്റ് ഇതേപോലെയാണ്, ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ആണ്, അജ്രക്കാണ്, പ്യൂർ അജ്രക്കാണ് വിത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്. ഇതുപോലെ ഇതിന്റെ ഷേപ്പ് നമ്മൾ ഈ ലൈൻസ് തന്നെ ആയതുകൊണ്ട് സെപ്പറേറ്റ് തിരിച്ചറിയില്ല. ഇതുപോലെ ഒരു അങ്കരക്ക പാറ്റേൺ ഇതിനകത്തോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നെക്ക് ഇത്ര ഡീപ്പായി പോയി, എനിക്ക് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു പീസ് വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു ബ്ലാക്ക് പീസ് നമ്മൾ അത്രയും ഫിനിഷിംഗിൽ തന്നെ വെച്ച് തരും കേട്ടോ. അങ്ങനെ നെക്ക് ഇത്ര ഡീപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഞാനിപ്പോൾ വേറെ ഇതെപ്പോഴാണ് കണ്ടത്. അപ്പം ഇതുപോലെ ഒരു അങ്കരക്ക പാറ്റേണിലോട്ട് ഒരു ചെറിയ എൻഡിൽ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ബോട്ടം വെയർ ചെയ്താൽ മതി. ഇത് ടോപ്പ് ഓൺലി ആണ് കേട്ടോ, ബോട്ടം വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പം ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. കണ്ടോ, ആ ഒരു ഇത് കണ്ടോ, നിങ്ങൾക്ക് ആ സെപ്പറേഷൻ ശരിക്കും മനസ്സിലാവില്ല, ഇതുപോലെ കൊടുത്തേക്കുന്നത്. അപ്പം അതൊന്ന് ഞാനിപ്പം പിന്നെ ഇതുപോലെ അജ്രക്കിന്റെ ഈ സാൻഡിൽ കളർ ഈ ഒരു ബോർഡർ വെച്ചിട്ട് ഇതേപോലെ ഇതും ഒരു പീസേ ഉള്ളൂട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. ഈ ബോർഡർ ഒത്തിരി ഡിമാൻഡുള്ള ഒരു പീസായിരുന്നു. ഇതുപോലെ ഉണ്ട്, ഇങ്ങനെ അങ്കരക്ക പാറ്റേണിൽ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് അജ്രക്കിന്റെ തന്നെ ഇതുപോലെ ഈ ഒരു ഡിസൈൻ, ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ ഉണ്ട്. ഇതിന്റെ നമുക്ക് പ്ലസ് സൈസ് ഉണ്ടാവും. ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഈ അജ്രക്കിന്റെ ചെറിയൊരു ബോട്ട് നെക്ക് വന്നിട്ട് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ്. പിന്നെ ഇത് നമുക്ക് ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഈ ഒരു പ്രിന്റ് കണ്ടോ, ഇത് ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ഒരു സെയിം പ്രിന്റ് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രിന്റ് ഡിഫറെന്റ് ആയാലും സെയിം പാറ്റേണിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു പ്രിന്റ് കാണിച്ചു തന്നെ. കേട്ടോ, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്നെസ്സും കുറച്ച് നല്ല ഉള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. കണ്ടോ, അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇതിനകത്തോട്ട് വേണമെങ്കിലും ചെയ്യാന്നുള്ളതിനാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നേക്കുന്ന പ്രിന്റ്. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഗ്രീനും കൂടി മിക്സ് ആയിട്ട്. പിന്നെ വന്നേക്കുന്ന ഇതാണ്, ഞാൻ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പം ഇത് ഈ ഒരു പാറ്റേൺ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇതുപോലെ അങ്കരക്ക വെച്ചിട്ട് ഇതുപോലെ പീസൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഈ ഫാബ്രിക്കിലോട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞാൽ മതി. നെക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെയാണ്, ഇതുപോലെയാണ് നെക്ക് വരുന്നത്. ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട്. ഓക്കെ, കുറച്ച് ലൂസ് ഫിറ്റ് ആണ്, എന്റെ സൈസ് അല്ല. അപ്പൊ ഇത് ബോട്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. അത്യാവശ്യം തിക്നെസ്സും ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. അജ്രക്കാണ്, ഒറിജിനൽ, ചുരുങ്ങൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാല് ഇത് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ലിപ്പ് പോർഷനിൽ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അവിടെ ഡാമേജ് ആവാതെ സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ലൈനിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് പ്യൂർ അജ്രക്കാണ്. അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിലല്ല, ഇതുപോലെ നമ്മൾ കെയർ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ സ്ലിറ്റിന്റെ പോർഷനിൽ പിടിച്ച് വലിക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഷോർട്ട് കോളർ പാറ്റേണിലോട്ട് നല്ല അടിപൊളിയായിട്ട്, നമുക്ക് ഷോളോ ഒന്നും ആവശ്യമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആക്കി, നെക്ക് വൈഡാവോ ഒന്നുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പാറ്റേൺ ഈ ഒരു മെറ്റീരിയലിലോട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇത് വേണമെങ്കിൽ ഇതും ചെയ്യാം. കാരണം നല്ല ഭംഗിയാണ് ഇത്. ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ അൺസ്റ്റിച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോകും ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് ഇട്ട് കഴിയുമ്പോൾ. അതായത് കുറച്ച് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ക്വാണ്ടിറ്റിയേ വരുള്ളൂ. അപ്പൊ അത് തീരുമ്പോൾ എല്ലാവരും വേറെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതാണല്ലോ എളുപ്പം. ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചെയ്താലും മതിയല്ലോ സെയിം പാറ്റേൺ. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതേപോലെ ഉണ്ടാവും. ഇത് നമ്മൾ യോക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ട് ഇതേപോലെ താഴോട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, ഈ പാറ്റേണിലോട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് സിമിലർ ആയിട്ടുള്ള യോക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ഇതിന് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന്റെ ഡിസൈൻ ഈ ഒരു സിമിലർ ആയിട്ടുള്ള ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്. അപ്പം ഏത് പാറ്റേൺ ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഷർട്ട് കോളർ ചെയ്യണോ അതോ ഇതുപോലെ യോക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ചെയ്യണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. രണ്ട് ഫാബ്രിക് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിന്റെ എല്ലാം സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.